ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ 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 മോളെ മോളെ മമ്മി എന്താ എന്ത് പറ്റി? മമ്മി അമ്മേ എന്താ മോളെ എന്താ പറ്റിയേ? എന്തിനു നിലവിളിച്ചേ? എന്താ? എന്നെ ഒരു സർപ്പം പിന്തുടർന്ന് വന്നു മമ്മി. ഒടുവില് അതെന്നെ കൊത്തി. മുത്തശ്ശി, ഇത്രയും നാളും പൂജയും മറ്റും ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്കൊരു പേടിയുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഭയം എന്റെ മനസ്സിനെ പിടികൂടിയിട്ടുണ്ട്. അരുതാത്ത ചെയ്യരുതെന്ന് 1000 തവണ പറഞ്ഞതാ, കേട്ടില്ലല്ലോ. നാഗശാപമുള്ള കളരിക്കൽ വീട്ടിലേക്കാ കൃഷ്ണയെ അപകടപ്പെടുത്താൻ വേണ്ടി നാഗങ്ങളെയും കൂട്ടി നീ ചെന്ന് കയറിയത്. അതിന്റെ തിരിച്ചടി തന്നെയാണ് ഈ ഭയം. അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അമ്മേ, മോൾക്ക് എന്താ ഇങ്ങനെ ഒരു പേടി വന്നതെന്നൊന്നും അറിയണമല്ലോ. ജോത്സ്യനെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ? അതിന്റെ ആവശ്യമില്ല സുമിത്രേ. എല്ലാം ഒരു തോന്നല. പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? തപസ്സും വ്രതവുമായിട്ടിരിക്കുന്നവരുടെ മനസ്സിനെ മലിനപ്പെടുത്താൻ ഒരുപാട് ശക്തികൾ ശ്രമിക്കും. പക്ഷേ അതിനൊന്നും പിടികൊടുക്കാതെ നിൽക്കാന്നുള്ളതാണ് വ്രതമെടുക്കുന്നവർ ചെയ്യേണ്ടത്. മുത്തശ്ശി അമ്മയും പോയിക്കോളൂ, ഞാനേ പ്രാർത്ഥിച്ചു കിടന്നോളാം. എന്നിങ്ങനെ തനിച്ചൊക്കെ പോവല്ലേ മമ്മി, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. മോൾ പേടിക്കണ്ട കേട്ടോ. അമ്മ മോൾക്ക് കൂട്ടുണ്ട്. ഈ കുടുംബത്തിനും എന്റെ മകനും വേണ്ടി നീ വ്രതം ഇരിക്കുമ്പോ നിനക്ക് കാവലിരിക്കേണ്ടത് അമ്മയുടെ ചുമതലയല്ലേ? ഞാനിന്ന് മോളുടെ കൂടെ ഇവിടെ കിടക്കാം. സിനിമക്കും ശരി മാം. ഗാഥാ മാഡത്തിന്റെ ഏറ്റവും വലിയ ധൈര്യം മാം തന്നെയല്ലേ? മാം അടുത്തുണ്ടെങ്കിൽ ഗാഥാ മാഡം ഒരു സ്വപ്നം കാണില്ല. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട മോളെ. ധൈര്യമായിട്ടിരിക്കെ.